ഓക്കെ, ഇനി നമ്മൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് എങ്ങനെ ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാമെന്ന് നോക്കാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ബിൽ എങ്ങനെയാണ് അടയ്ക്കുന്നതെന്ന് നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് പോവുക, അവിടെ എൻ്റർ ചെയ്യാം. അപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ പിൻ അടിച്ച് അവിടെ എൻ്റർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പേ ബിൽ എന്ന് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾ ഇലക്ട്രിസിറ്റി സപ്ലയേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നേരെ സെർച്ച് ബാറിൽ പോയിട്ട് TCED എന്ന് അടിച്ചു കൊടുക്കണം, ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് തൃശ്ശൂർ കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ TCED എന്നതിന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതുവഴി ബില്ല് പേ ചെയ്യുന്നത് കൊണ്ട് ഓൾറെഡി പേ ബിൽ ഡേറ്റ് ടൈം ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, കോർപ്പറേഷനിലാണെങ്കിൽ TCED എന്നല്ല അടിക്കുക. കോർപ്പറേഷൻ ഏരിയയിൽ അല്ല നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതല്ല TCED എന്നല്ല അടിച്ചു കൊടുക്കേണ്ടത്, KSEB എന്നാണ് അടിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നല്ലപോലെ നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കണം. പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷിച്ചിട്ട് ഏതാണ് കോർപ്പറേഷൻ ഏരിയയിലേക്ക് ഏതാണ് അടിക്കേണ്ടതെന്നും അതേപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള KSEB ഏത് ഏരിയയിലേക്കാണെന്നും നിങ്ങൾ വ്യക്തമായി അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. എന്നിട്ടാണ് പേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞാൽ താഴെ നോക്കിയാൽ ഒരു പേ എന്നൊരു ടാബ് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം എൻ്റർ ദ ഫോളോയിങ് ടു പേ എന്ന് പറഞ്ഞ് ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ അവിടെ നമ്മൾക്ക് കൺസ്യൂമർ നമ്പർ, പിന്നെ ബിൽ നമ്പർ, ഇൻവോയ്സ് നമ്പർ, പിന്നെ കാണുന്നത് ബിൽ ടൈപ്പാണ്. അപ്പോൾ ഇതിലത്തെ കൺസ്യൂമർ നമ്പർ നമ്മൾ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിൽ നോക്കി അടിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻവോയ്സ് നമ്പർ അല്ലെങ്കിൽ ബിൽ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ കാണുന്നത് ബിൽ ടൈപ്പ് ആണല്ലോ. ബിൽ ടൈപ്പ് 2 തരത്തിലുണ്ട്, അത് സെലക്ട് ചെയ്യണം. നമ്മൾ സാധാരണ ബൈ മന്ത്ലി ആണ് പേ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ബൈ മന്ത്ലിയിൽ ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് താഴെ നിങ്ങൾക്ക് കണ്ടിന്യൂ കാണാം ഒരു നീല ബാറിൽ. അപ്പോൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് അവിടെ നിങ്ങൾക്ക് GPay 4 ഡിജിറ്റ് UPI പിന്നെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നെക്സ്റ്റ് പേജിൽ ബിൽ റിവ്യൂ ഇൻഫർമേഷൻ കാണാം. അത് നമ്മൾ കറക്റ്റായിട്ട് ബിൽ എമൗണ്ട്, കൺസ്യൂമർ നമ്പർ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തത് കാണാൻ സാധിക്കും. ഈ കൺസ്യൂമർ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം. കാരണം അവിടെ നമ്മളൊരു നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ കഴിഞ്ഞ് അവിടെ ഒരു ഇങ്ങനെ മൈനസ് പോലെ ഒരു ചിഹ്നം കാണാം. അത് സെൻറ്ററിൽ വരുന്ന ആ ചിഹ്നം തന്നെ എടുക്കണം. അതിൻ്റെ അടുത്ത് കാണുന്ന ക്യാപിറ്റൽ B, ആ ക്യാപിറ്റൽ B അതുപോലെ തന്നെ കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് കൺഫേം ഡീറ്റെയിൽസ് ആൻഡ് പേ ബിൽ എന്ന് കാണാം. അപ്പോൾ ആ ബാറിൽ ക്ലിക്ക് ചെയ്യാം. അത് ഇങ്ങനെ അപ്പം തന്നെ ഉടനെ അത് പേ ആയിട്ട് വരും. ഇങ്ങനെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മഴ നനയാതെ അതേപോലെ തന്നെ വെയിലേൽക്കാതെ ഇലക്ട്രിസിറ്റി ബില്ല് ഈസിയായി അടയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം തന്നെ.